നിങ്ങളെ കാത്തിരിക്കുന്ന വ്യക്തിയുടെ കറൻറ്റ് ഫീലിങ്സാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇന്ന് കുറച്ച് നേരം വൈകി രാവിലെ പ്രൈവറ്റ് റീഡിങ്ങിൻ്റെ തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്നലെ ബുക്ക് ചെയ്തവരാണ്. അപ്പോൾ ഇനി അവരെ നിർത്തുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് രാവിലെ അവർക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വെച്ചു. അപ്പോൾ ഇനി നമുക്ക് നിങ്ങളുടെ കാര്യം നോക്കാം. പ്രാർത്ഥിച്ചാണ് തുടങ്ങിയിരിക്കുന്ന പൂജയും പ്രാർത്ഥനയൊക്കെ ചെയ്യുന്ന ആളാണ്. ഇതിന് ഒരു ഫലം കിട്ടി എന്ന് പറഞ്ഞ് പലരും കമൻ്റ് ഇടുന്നുണ്ട്. വിളിച്ചു എന്നൊക്കെ പറഞ്ഞ് കമൻ്റ് ഇടുന്നുണ്ട്. നല്ലോണം പ്രാർത്ഥിച്ചിട്ട് നിങ്ങളുടെ പങ്കാളിയെ മനസ്സിൽ വിചാരിച്ചിട്ട് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതുകൂടി ആഗ്രഹിച്ചിട്ട് ഇവിടെ നിങ്ങളുടെ പങ്കാളിയുടെ പേരോ നിങ്ങളുടെ പേരോ നക്ഷത്രമോ ഡേറ്റ് ഓഫ് ബർത്തോ എന്തെങ്കിലും ഒന്ന് താഴെ കമൻ്റ് ഇടുക. ചാനലിലെ അംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാണ് ഞാനിവിടെ റീഡിംഗ് നടത്തുന്നത്. അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള കാർഡുകളാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചാനലിലെ അംഗങ്ങളാവാൻ ശ്രമിക്കുക. പിന്നെ നെഗറ്റീവ് കമൻ്റ് ഇടാൻ വേണ്ടി മാത്രം എൻ്റെ ചാനൽ കാണുന്നവർക്ക് ആ നെഗറ്റീവായ അനുഭവങ്ങളാണ് ഉണ്ടാകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു ദൈവത്തിൽ വിശ്വസിച്ച് അവരെ പ്രാർത്ഥിച്ചു തുടങ്ങുന്ന ഒരു കാര്യത്തിന് നല്ല മനസ്സോടെ അല്ല എങ്കിൽ കാണാതിരിക്കുക. എനിക്കല്ല അതിൻ്റെ ദോഷം, നിങ്ങൾക്കാണ്. ആദ്യത്തെ കുറച്ച് കണ്ട് മാറിപ്പോവാതിരിക്കുക. അവസാനം വരെ ലവ് മെസ്സേജുകൾ എടുക്കുന്നുണ്ട്. കരിയറോ ഹെൽത്തോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ അറിയണമെങ്കിൽ അതും പറയുന്നുണ്ട്. ലവാണ് ആദ്യം പറയുന്നത്, അവസാനം വരെയും ലവ് തന്നെയാണ്. ഇടയ്ക്ക് നമ്മൾ കരിയറിനെ കുറിച്ചും ഹെൽത്തിനെ കുറിച്ചും പൊതുവായ കാര്യങ്ങളെക്കുറിച്ചും കുറച്ച് സമയം പറയുന്നുണ്ട്. അതുകൂടി വേണമെങ്കിൽ കേൾക്കാം, അല്ലെങ്കിൽ ഫോർവേഡ് ചെയ്ത് കാണാം. ഇനി നമുക്ക് ഇന്നത്തെ മെസ്സേജുകൾ എന്തൊക്കെയാണെന്ന് ആ പ്രപഞ്ചത്തിനോട് തന്നെ ചോദിക്കാം. നിങ്ങളുടെ പങ്കാളിയുടെ മനസ്സ്, നിങ്ങളുടെയും അവരുടെയും സിറ്റുവേഷൻ, തേർഡ് പാർട്ടി ഉണ്ടോ, ഇതൊക്കെയാണ് നമ്മളിവിടെ കാണുന്നതാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് പ്രാർത്ഥനയോടുകൂടി അതിലേക്ക് പോവാം. കിങ് വാണ്ടാണ് ആദ്യം വന്നിരിക്കുന്നത്. 5 വാണ്ട് വന്നിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വഴക്കിടുന്നുണ്ട്. പേജ് ഓഫ് കപ്പ്, നിങ്ങളെപ്പോഴും സ്വപ്നം കാണുന്നുണ്ട്. ഈ വഴക്കൊക്കെ മാറി കിങ് വാണ്ട് വീണ്ടും വന്നു. അപ്പോൾ ആൾ കുറച്ച് അഹങ്കാരിയാണ്, കുറച്ച് പിടിവാശിക്കാരനാണ്. എന്നാൽ നിങ്ങളൊരു എംപ്രസ്സാണ് അവരുടെ മനസ്സിൽ. നിങ്ങൾ ക്ഷമയോടുകൂടി അവരെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നു. നിധി പോലെയാണ് അവരെ കാണുന്നത്. അപ്പോൾ ഡെവിൾ ഞാൻ കമഴ്ത്തി വയ്ക്കുകയാണ്. ഒരിക്കൽ കൂടി കാണിച്ച ഈ വീഡിയോ അവർ ടെർമിനേറ്റ് ചെയ്യും. ഏസ് ഓഫ് വാണ്ട് വന്നു. ഇനി കിങ് സോഡ്സ് വന്നു. അപ്പോൾ ആണധികാരമാണ് കൂടുതൽ കാണുന്നത്. ഇനി സജിറ്റേറിയസ് വന്നു. അതിലും നിൽക്കുന്നത് പുരുഷൻ്റെ എനർജിയാണ്. ഇനി വന്നിരിക്കുന്നത് പാവം കണ്ണീരുമായി നിൽക്കുന്ന കർക്കിടക രാശിയാണ്, സ്ത്രീയുടെ എനർജിയാണ്. അപ്പോൾ കണ്ണീര് സ്ത്രീക്കാണ്. അപ്പുറത്താണെങ്കിലും ഇപ്പുറത്താണെങ്കിലും പുരുഷൻ കുറച്ച് പിടിവാശിക്കാരനാണ്. അതാണ് കാർഡുകൾ പറയുന്നത്. കാർത്തിക, ഉത്രം, ഉത്രാടം, ഭരണി, പൂരം, പൂരാടം, അത്തം, രോഹിണി, തിരുവോണം, ഇതൊക്കെയാണ് നാളുകൾ. ഇവിടെ 4 3 തവണയാണ് വന്നിരിക്കുന്നത്. 5 വന്നിട്ടുണ്ട്, 12 വന്നിട്ടുണ്ട്, 15 വന്നിട്ടുണ്ട്, 10 വന്നിട്ടുണ്ട്, 1 വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്പറുകൾ. ഇനി റിപ്പീറ്റായി വന്നിട്ടുള്ള ലെറ്റർ കെ എന്നാണ്. ഇവിടെ നമുക്ക് കിങ് വാണ്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, അഹങ്കാരത്തിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്ന ആളാണ്, ദുശ്ശാഠ്യങ്ങൾ ഉള്ള ആളാണ്. അവനവൻ പറയുന്നത് മാത്രമാണ് കാര്യങ്ങൾ, മറ്റുള്ളവരുടെ കാര്യങ്ങളൊന്നും കാര്യങ്ങളല്ല എന്ന് പറയുന്ന ഒരാളാണ്. ഇത് നിങ്ങളുടെ പ്രണയബന്ധത്തിൽ എപ്പോഴും നിങ്ങൾക്ക് കണ്ണീര് തരുന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾ തമ്മിൽ സോൾ കണക്ഷനാണ്, അത് അല്ല എന്ന് പറയുന്നില്ല. ഞാൻ പറയുന്നു ഫയർ എലമെൻ്റാണ്, അഗ്നിമൂലകാണ്. ചിലപ്പോൾ ഇരട്ട ജ്വാലകൾ തന്നെ ആയിരിക്കാം. എങ്കിലും ഈ വ്യക്തി എപ്പോഴും പിടിവാശിയുള്ള ആളാണ്. ഈ പിടിവാശി കാരണം പലപ്പോഴും നിങ്ങൾക്ക് വഴക്കിടേണ്ടി വരുന്നു എന്നാണ് പറയുന്നത്. നിങ്ങളെ മാത്രം ധ്യാനിച്ചിരിക്കുന്ന ഒരു രാജാവാണ്. 3 കാർഡാണ് രാജാവിൻ്റെ വന്നിരിക്കുന്നത്. രാജാവ് എന്ന് പറഞ്ഞാൽ നീതിപാലകൻ എന്നൊരർത്ഥം കൂടിയുണ്ട്. നീതി വിട്ടുള്ള കളിയൊന്നുമില്ല. നിങ്ങളെ മാറ്റി മറ്റൊരാളെ സ്വീകരിക്കുക, അതൊന്നും ചെയ്യില്ല. എന്നാൽ ഇതൊരു കുടുംബനാഥൻ തന്നെയാണ്. ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബനാഥനാണോ അല്ല മറ്റൊരാളുടെ കുടുംബനാഥനാണോ? അങ്ങനെയാണെങ്കിൽ നീതി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, മനസ്സുകൊണ്ടുള്ള അടുപ്പായിരിക്കാം. ഇവിടെ ആണധികാരമാണ് കാണുന്നത്. പുരുഷന്മാർക്ക് കുറച്ച് തണ്ടു കൂടുതലും, സ്ത്രീകൾ എപ്പോഴും കണ്ണീരും. ഇതാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ കാത്തിരിക്കുന്ന വ്യക്തിക്ക് ഈ പിടിവാശി കാണിക്കുന്ന വ്യക്തി പുരുഷനാവാനാണ് സാധ്യത. നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ബോൾഡായ ലേഡികളും ആവാം. നിങ്ങളുടെ സാഹചര്യം എന്താണോ അതുപോലെ എടുക്കുക. അപ്പുറത്തിരിക്കുന്ന ആൾ കുറച്ച് വാശിക്കാരനാണ്. ഇതേ എനിക്ക് പറയാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ പലപ്പോഴും നിങ്ങളുടെ ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്, വഴക്കുകൾ ഉണ്ടാവുന്നുണ്ട്, ഡെവിളിൻ്റെ പോലെയൊക്കെ ആവുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് മടുപ്പ് തോന്നുന്നുണ്ട്, ഈ ബന്ധത്തിൽ നിന്ന് മാറിപ്പോവാൻ തോന്നുന്നുണ്ട് ഇയാളുടെ പിടിവാശി കാരണം. എന്നാൽ നിങ്ങളെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നൊക്കെ ഉണ്ട്.
അഗ്നി മൂലകാണല്ലോ, ഞാൻ പറഞ്ഞില്ലേ. അഗ്നി എന്താ ചെയ്യുക? മുഴുവൻ ദഹിപ്പിക്കുന്ന ഒരു സ്വഭാവമാണ്. അവനവനിലേക്ക് എടുക്കുന്ന ആളാണ്. മറ്റുള്ളതൊന്നും ബാക്കി വെക്കില്ല. അതുപോലെ നിങ്ങളെ മനസ്സിൽ സൂക്ഷിക്കുന്ന ആളാണ്. എംപ്രസ് വന്നിട്ടുണ്ട്. നിധി പോലെ നിങ്ങളെ സൂക്ഷിക്കുന്നുണ്ട്. മൗനമായി നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട്. അത് അവരുടെ അഹംബുദ്ധിയല്ല, അവരുടെ ആത്മാവ് നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട്. കാരണം സോളുകളുടെ ബന്ധം ഒരിക്കലും നിങ്ങൾക്ക് രണ്ടു പേർക്കും വേർപിരിക്കാൻ കഴിയില്ല. പലരും പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് എനിക്ക് ഈ ബന്ധത്തിൽ നിന്ന് മാറിപ്പോവാൻ കഴിയാത്തത്? ഇതാണ് അവരുടെ സംശയം. അതിൻ്റെ കാരണമാണ് ഇവിടെ പറയുന്നത്. ഫാൻ ഇടാതെ ഇരിക്കാൻ പറ്റുന്നില്ല. നിങ്ങളെ ചേർത്ത് വെച്ചിരിക്കുന്നത് സോളുകളെയാണ്. അതുകൊണ്ടാണ് പിരിഞ്ഞു പോകണമെന്ന് വിചാരിച്ചാലും എത്രയൊക്കെ വഴക്കടിച്ചാലും അവർക്ക് നിങ്ങൾക്ക് അവരെ വിട്ടു പോകാൻ കഴിയാത്തത്. ചേർത്ത് വെച്ചിരിക്കുന്നത് ആത്മാക്കളെയാണ്, മനസ്സുകളെ പോലും അല്ല, ആത്മാക്കളെയാണ്. അതുകൊണ്ടാണ് ഈ സ്പിരിച്വൽ ബന്ധത്തിൽ നിന്ന് നിങ്ങൾക്ക് മാറിപ്പോവാൻ കഴിയാത്തത്. പിന്നെ എന്തുകൊണ്ടാണ് അവർ നിങ്ങളോട് ഇങ്ങനെ പെരുമാറുന്നതെന്ന് ചോദിച്ചാൽ അതൊക്കെ കർമ്മയാണ്. ഒരു പക്ഷേ നിങ്ങൾ കഴിഞ്ഞ ജന്മം അവരെ ഏതെങ്കിലും വിധത്തിൽ വേദനിപ്പിച്ചിട്ടുണ്ടാവും, പിടിവാശി കാണിച്ചിട്ടുണ്ടാവും, അവരെ മനസ്സുകൊണ്ട് നൊന്തിട്ടുണ്ടാവും. അതാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അവരെ അല്ലെങ്കിൽ അവർ നിങ്ങളെ വിട്ടുപോകാൻ ആഗ്രഹിച്ചാലും കഴിയില്ല എന്നാണ് ഇവിടെ അഗ്നിമൂലകം പറയുന്നത്. ഏതെങ്കിലും വിധത്തിൽ പിന്നീട് കണക്റ്റാവും. അങ്ങനെയാണ് നിങ്ങളുടെ മനസ്സുകൾ. സോളുകളുടെ കണക്ഷനാണ്. അതുകൊണ്ടാണ് മനസ്സുകളും വേർപിരിയാൻ കഴിയാത്തത്. വെറുത്തിങ്ങനെ അവർക്ക് പിറകെ സഞ്ചരിക്കും നിങ്ങൾ. അതുപോലുള്ള ബന്ധമാണ് എന്ന് കിങ് വാണ്ടിൽ മാത്രം നോക്കി നമുക്ക് പറയാം. ഇനി നമുക്ക് കിങ് വാണ്ട് പിടിവാശിക്കാരനാണ് എന്ന് പറയുന്ന ഒരു മെസ്സേജ് നോക്കാം. ഹു ഈസ് ഓവർലി കൺട്രോളിങ്, അറഗൻറ്റ് ഓർ ഫിക്കിൾ ഇൻ ലവ്. ഇറ്റ് മേ സജസ്റ്റ് ഇംപ്ലസീവ്നെസ് ആൻഡ് ലാക്ക് ഓഫ് കമ്മിറ്റ്മെൻറ്റ് എന്നാണ് പറയുന്നത്. ഈ രാജാവ് ഇതൊക്കെയാണ്. അഹങ്കാരിയാണ്, പ്രണയത്തിൽ ചഞ്ചലത ഉള്ള ആളാണ്, ചാഞ്ചല്യം ഉള്ള ആളാണ്. ഇന്ന് വേണം പറയും, നാളെ വേണ്ട എന്ന് പറയും. ഇനി കമ്മിറ്റ്മെൻറ്റിൽ വിമുഖത കാണിക്കുന്ന ആളാണ്, അമിതമായി നിയന്ത്രിക്കുന്ന ആളാണ്. ഇതുകൊണ്ടൊക്കെയാണ് ഞാൻ പറയാറ് അഹങ്കാരിയായ രാജാവാണ്, ഈഗോ ഉള്ള ആളാണ്, ജലസാണ് ഭരിക്കുന്നത്, അങ്ങനെയൊക്കെയുള്ളൊരു വ്യക്തിയാണെന്ന് പറയുന്ന മെസ്സേജ് ഞാൻ നിങ്ങൾക്ക് വായിച്ചു തന്നതാണ്. എല്ലാ ദിവസവും ഞാൻ കിങ് വാണ്ട് എടുത്തിട്ട് പറയുകയാണ്, അവർ നിങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ല, നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കുന്നില്ല. എന്താണ് കാരണമെന്ന് വിശദമായിട്ട് ഞാനിവിടെ പറഞ്ഞു തന്നു. അഹങ്കാരം ഭരിക്കുന്നു. കമ്മിറ്റ്മെൻറ്റിൽ അത്രയ്ക്ക് അങ്ങ് ആവേശഭരിതനല്ല. നിങ്ങൾക്ക് ആവേശം ഉണ്ടാക്കുന്ന തരം പ്രവൃത്തി അയാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. എപ്പോഴും പിൻവാങ്ങിക്കൊണ്ടൊരു പെരുമാറ്റമായിരിക്കും. ഇനി നിങ്ങളെ അമിതമായി കൺട്രോൾ ചെയ്യും. ഇനി മറ്റൊന്ന് പറയുന്നത് പ്രണയത്തിൽ ചഞ്ചലത എന്നാണ്. അപ്പോൾ അത് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് പോലും നിങ്ങൾക്ക് ചിലപ്പോൾ സംശയം തോന്നും. ഇയാൾ എന്നെ പ്രണയിക്കുന്നുണ്ടോ? മാറ്റി മാറ്റി പെരുമാറിക്കൊണ്ടിരിക്കുന്നൊരു മനസ്സാണ്. ഇന്ന് വേണമെന്നാണ് കാണിക്കുന്നതെങ്കിൽ നാളെ വേണ്ടാന്നാണ്. അതാണ് ഈ ചഞ്ചലത എന്ന് പറയാൻ കാരണം. ഇതൊക്കെയാണ് ഈ വ്യക്തിയുടെ വ്യക്തിത്വം എന്നാണ് ഇവിടെ പറയുന്നത് കിങ് വാണ്ടിൻ്റെ. ദേ ആർ ആക്ഷൻ ഓറിയൻറ്റഡ് റാദർ ദാൻ ഓവർലി ഇമോഷണൽ എന്നാണ് ഇവിടെ പറയുന്നത്. അവർ വൈകാരികമായിട്ട് അമിതമായി പ്രണയിക്കുന്നവരോ അല്ലെങ്കിൽ അമിതമായി കാണിച്ചു കൂട്ടുന്നവരോ അല്ല. അവരുടെ ഫോക്കസ് ചെയ്യുന്ന മേഖല എന്ന് പറഞ്ഞാൽ അവരെന്തിലാണോ പ്രവർത്തിക്കുന്നത് അതിലാണ്. അല്ലെങ്കിൽ കുടുംബത്തിനെ ആയിരിക്കാം കൂടുതൽ ഇഷ്ടം, അല്ലെങ്കിൽ ജോലിയായിരിക്കാം കൂടുതൽ ഇഷ്ടം, അല്ലെങ്കിൽ ചുറ്റുമുള്ള സുഹൃത്തുക്കളെ ആയിരിക്കാം കൂടുതൽ ഇഷ്ടം. കരിയറിനെ ഫോക്കസ് ചെയ്യുന്ന ആളാണ്. ഇവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന മേഖല നിങ്ങൾക്ക് അനുകൂലമായ മേഖലയല്ല. നിങ്ങൾക്ക് എന്താ വേണ്ടത്? അവരുടെ ഒരു വാക്ക്, ഒരു നോക്ക്, ഒന്ന് അടുത്ത് വന്നിരിക്കുക, നിങ്ങളെ ഒന്ന് സ്നേഹിക്കുന്നു എന്ന് നിങ്ങളെ ഒന്ന് തോന്നിപ്പിക്കുക. ഇതൊന്നും അവർ ചെയ്യില്ല. ഇവർ ഫോക്കസ് ചെയ്യുന്നത് അവരുടെ മാത്രം കാര്യങ്ങളിലാണ്. അതെന്തുമാവാം, വീട്ടുകാരുടെ കാര്യമാവാം, നാട്ടുകാരുടെ കാര്യമാവാം, സുഹൃത്തുക്കളുടെ കാര്യമാവാം, കരിയറിലെ കാര്യങ്ങളാവാം, സാമ്പത്തികമാവാം. അങ്ങനെയുള്ളതിനൊക്കെ അവർ അമിത പ്രാധാന്യം കൊടുക്കുന്നവരാണ്. എന്നാൽ നിങ്ങളെന്ന വ്യക്തി കാത്തിരുന്നിട്ട് കാര്യമില്ല. വൈകാരികമായി അവർ ഡൗണായിട്ട് കാണിക്കും. അതാണ് ഞാൻ ഇത്ര നേരം പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ ഈ രാജാവ് ഒരിക്കലും നിങ്ങളെ സ്നേഹിക്കുന്നില്ല എന്ന് ആദ്യകാലം മുതൽ പറയുന്നത്. ഇതാണ് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള മെസ്സേജുകൾ. അപ്പോൾ വല്ലപ്പോഴെങ്കിലും പറഞ്ഞു തരണ്ടേ ഇതൊക്കെയാണ് ഇതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന്. ആ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്നാൽ ആൾ ഹൈ എനർജി ഉള്ള ആളാണ്. പ്രണയത്തിൻ്റെ കാര്യത്തിൽ നിന്നല്ല, മൊത്തത്തിൽ ആൾ എനർജറ്റിക്കാണ്, പാഷനേറ്റാണ്, ഫീലിങ്സൊക്കെ ഉള്ള ആളാണ്. നിങ്ങളോട് അഭിനിവേശമുണ്ട്, നിങ്ങളെ പ്രണയിക്കുന്നുണ്ട്, അത് മറച്ചു പിടിക്കാൻ സമർത്ഥനാണ്, വാശി മാത്രമാണ് കാണിക്കുന്നത്. നിങ്ങളിൽ ഒരു ലീഡർഷിപ്പുള്ള ആളാണ്,
നിങ്ങളിൽ അസൂയുള്ള ആളാണ്, നിങ്ങളെ ഭരിക്കുന്ന സ്വഭാവമാണ്, നിങ്ങളോട് ഒരുപാട് ദുശ്ശാഠ്യങ്ങൾ കാണിക്കുന്ന ആളാണ്. എങ്കിലും നിങ്ങളെ ബന്ധിച്ചിരിക്കുന്ന ആ ചരട് എന്താണെന്നാണ് ഇവിടെ പറയുന്നത്. ഈ കിങ് വാണ്ട് വന്നതുകൊണ്ടും കിങ് സോട്സ് വന്നതുകൊണ്ടും എംപ്രസ് വന്നതുകൊണ്ടും നിങ്ങളെ കയറില്ലാതെ കെട്ടിയിട്ടിരിക്കുന്നത് സോളുകൾ കൊണ്ടാണ്. ഒരു സോളിൻ്റെ മറുപാതി അല്ലെങ്കിൽ ഒരു സോളിൻ്റെ ഇണ, അതാണ് നിങ്ങൾ. അതുകൊണ്ടാണ് ഈ ആത്മാക്കളുടെ ബന്ധം ഇങ്ങനെ നിങ്ങൾക്ക് മുറിച്ച് കളയാൻ പറ്റാത്തത്. അതുപോലെയാണ് നിങ്ങൾ എപ്പോഴും അവരെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും മടുപ്പിക്കുന്ന പെരുമാറ്റം ഇവരുടെ ഭാഗത്തുനിന്നുണ്ടാവും. പക്ഷേ ആ വ്യക്തി നിങ്ങളിൽ അനുരാഗമുള്ളവരാണ്. എന്നാൽ അനുരാഗത്തിനല്ല പ്രാധാന്യം കൊടുക്കുന്നത്. നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്. നിങ്ങളൊന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രാധാന്യം കൊടുക്കാൻ തുടങ്ങും. എപ്പോഴും നിങ്ങളോട് വഴക്കടിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. നിങ്ങളെ വേദനിപ്പിക്കുന്നത് ഇഷ്ടമുള്ള ആളാണ്. വഴക്കടിപ്പിച്ച് കരയിപ്പിക്കുക. അവർക്ക് വേണ്ടി കരയുന്നുണ്ടോ എന്ന് ഒളിഞ്ഞു നോക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അവർ വഴക്കിട്ടു, നിങ്ങൾ രണ്ടുപേരും ബ്ലോക്ക് ചെയ്ത് പോയി, രണ്ടുപേരും മെസ്സേജ് അയക്കുന്നില്ല. ആ സമയത്ത് ഇവർ സ്പൈ ചെയ്യുന്നത് എന്താണെന്നറിയോ? നിങ്ങൾക്ക് ദുഃഖമുണ്ടോ എന്നാണ്. കാരണം അവർക്ക് വേണ്ടി വേദനിക്കുന്നത് കാണുമ്പോൾ അവരുടെ മനസ്സ് സന്തോഷിക്കുന്നത് അത്രത്തോളം നിങ്ങൾക്ക് അവരെ പ്രിയമാണല്ലോ എന്നോർത്താണ്. ഇവിടെ സജിറ്റേറിയസ് ആണ് വന്നിരിക്കുന്നത്. പരീക്ഷിക്കുന്ന ദേവൻ തന്നെയാണ് വന്നിരിക്കുന്നത്. പാർവതി ഒരുപാട് പരീക്ഷിച്ച ദേവനാണ് ശിവൻ, അത് വന്നിട്ടുണ്ട്. എന്നാൽ കിങ് വാർഡിൽ നിൽക്കുന്നത് രാമനാണ്. ഇവിടെ നമുക്ക് ഒരു വ്യക്തിയെ പ്രത്യേകിച്ച് എടുത്ത് പറയാൻ പറ്റില്ല. എന്തായാലും ഒരു ദൈവികമായ ബന്ധമാണ് നിങ്ങളുടെ എന്ന് പറയാം. എങ്കിലും നമുക്ക് ഡെവിൾ വന്നതുകൊണ്ട് കർമ്മയുമുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്ത കർമ്മയുടെ ഫലമായിട്ടാണ് അവരിങ്ങനെ ഓപ്പണായിട്ട് പെരുമാറാത്തത്. സ്നേഹം നിങ്ങൾ വിചാരിക്കുന്ന പോലെ കിട്ടാത്തത്. അതുകൊണ്ട് നിങ്ങൾ നിരാശരാവരുത് എന്നാണ് ഇന്നിവിടെ പറയുന്നത്. ഓരോ നാളിൽ പറക്കുന്നവർക്ക് ഓരോ യോഗമുണ്ട്. രേവതി നക്ഷത്രം എരക്കും എന്നാണ് പറയുക. ഈ എരക്കും എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒരാളുടെ കമൻറ്റാണ് ഓർമ്മ വന്നത്. ഒരു ചേട്ടൻ എനിക്കൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ബിജുമോൻ എന്നാണ് ഈ ചേട്ടൻ്റെ പേര്. അപ്പോൾ ഇത്തരം കമൻറ്റുകൾ ഇടുന്ന ചേട്ടന്മാരെ വിളിക്കുന്ന മോൻ എന്ന പേര് എനിക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റാത്തൊരു മോനാണ്. അപ്പോൾ അത്തരം മോന്മാരാണ് ഇത്തരം കമൻ്റ് ഇടുന്നത്. നിനക്ക് കാശിന് ആക്രാന്താണെങ്കിൽ ഇരക്കാൻ പൊക്കൂടടി എന്നാണ് ഈ ചേട്ടൻ വളരെ മാന്യമായിട്ട് ചോദിച്ചിരിക്കുന്നത്. ആ കമൻ്റ് എൻ്റെ കണ്ണിൽ പെട്ടിരുന്നില്ല. ഇന്നലെ ചേട്ടൻ വീണ്ടും 2 അടിച്ചപ്പോൾ തെറി പറഞ്ഞു എന്നെ. അപ്പോഴാണ് ഞാൻ ചേട്ടൻ്റെ പ്രൊഫൈൽ എടുത്ത് നോക്കുന്നത്. അപ്പോഴാണ് എന്നെ പറഞ്ഞിട്ടുള്ള അത്രയും തെറികൾ ഞാൻ കാണുന്നത്. അതിലൊരു തെറിയാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ ചേട്ടാ, അവനവനെ പാര വയ്ക്കാൻ വേണ്ടി ഇവിടെ വരണ്ട. എനിക്കെല്ലാം ഇത് അനുഭവിക്കേണ്ടി വരിക. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എന്നെ ചെയ്യുന്നവരെയൊക്കെ ഭഗവാനെയാണ് ഏൽപ്പിക്കാറ്. അദ്ദേഹം തീരുമാനിക്കും നിങ്ങൾക്ക് എന്താ തരേണ്ടതെന്ന്. അത് കൈനീട്ടി വാങ്ങിക്കോളുക. ബാക്കി കൂടുതലൊന്നും പറയാനില്ല. പിന്നെ ഈ പുരുഷന്മാരോട് എനിക്ക് ബഹുമാനമാണ്. ഞാൻ പറഞ്ഞില്ലേ, 8-9 ആങ്ങളമാരുള്ള ഒരു അനിയത്തിയാണ് ഞാൻ. മാത്രമല്ല എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഏട്ടൻ മരണപ്പെട്ടു പോയിട്ടുമുണ്ട്. അതുകൊണ്ട് പുരുഷന്മാരെ അപമാനിക്കാനോ അവരെ വേദനിപ്പിക്കാനോ ഒന്നും ചിന്തിക്കാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. ചില കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ ഒരു ഭാഗത്തിന് മാത്രം നോവുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഒരു ഭാഗത്തിന് മാത്രം അത് ബാധിക്കുന്നുണ്ടാവാം. അത് ഇവിടുത്തെ കാര്യങ്ങളാണ് പറയുന്നത്. അല്ലാതെ എൻ്റെ മനസ്സിൽ ഒരാളോട് ദേഷ്യം, ഒരാളോട് ഇഷ്ടം അതൊന്നുമില്ല. അത് മനസ്സിലാക്കുക. പിന്നെ ഇനി ഒന്നുകൂടി പറഞ്ഞുതരാം. ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് ഈ നിമിഷം വരെ എനിക്ക് ചിലവിന് തന്ന് എൻ്റെ ചിലവ് താങ്ങാനാവാതെ ചേട്ടൻ അങ്ങനെ ഒരു കമൻ്റ് ഇട്ടതിന് ചേട്ടനെ ഒന്നും പറയാൻ പറ്റില്ല. കാരണം എന്നെ ജനിച്ചപ്പോൾ മുതൽ പോറ്റി കല്യാണം കഴിച്ചു കൊടുത്തു, എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി, ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്ന കോടികൾ എനിക്ക് വേണ്ടി ചിലവാക്കിയ ചേട്ടൻ എൻ്റെ കാശിൻ്റെ ആക്രാന്തം മനസ്സിലാക്കിയിട്ടുണ്ടാവുമല്ലോ. അതാണ് മറ്റൊന്ന് പറയാനുള്ളത്. അപ്പം ചേട്ടാ, വെറുതെ വന്ന് ഓസിന് കേട്ടിട്ട് പോകുന്ന ഈ കാര്യത്തിൽ ഓസ് അഭിപ്രായങ്ങൾ പറയാതിരിക്കുക. അതിന് വിപരീത ഫലങ്ങൾ ഞാൻ വിചാരിച്ചുണ്ടാവും. അത് മാത്രം മനസ്സിലാക്കുക. നിങ്ങൾ എൻ്റെ റീഡിങ് കാണുന്നത് പോലും എൻ്റെ ഒരു ഓസാണ്, സൗജന്യം. അത് വേണമെങ്കിൽ കേട്ടിട്ട് അങ്ങ് മാറിപ്പോവുക. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. ഈ സൗജന്യം പറ്റാൻ വരുന്ന ആൾക്കാർക്ക് നാക്കുണ്ടാവാൻ പാടില്ല. മനസ്സിലായില്ലേ? ഒരു കമൻ്റ് ഇടാനുള്ള അധികാരമില്ല. അത് മനസ്സിലാക്കുക. പറഞ്ഞു വന്നത് ഇതാണ്. രേവതി നാളുകാർ ഇരക്കും എന്നാണ്. ചിത്രാപ്പൻ തെരുവിൽ എന്നാണ്. ചിത്ര നക്ഷത്രക്കാർ ഏതെങ്കിലും ഒരു ഘട്ടം എത്തുമ്പോൾ കുറച്ച് കഷ്ടപ്പാടിലും അല്ലെങ്കിൽ ബുദ്ധിമുട്ടിലും അവനവൻ്റെ സിംഹാസനം നഷ്ടപ്പെട്ട അവസ്ഥയിലും ഒക്കെ പോകും. എന്നാൽ പറഞ്ഞു വന്നത് ഇതാണ്. രാജാവാണ് ഇവിടെ ഇരിക്കുന്നത്. ഈ വ്യക്തി രാജാവാണ്. അതുപോലെ പെരുമാറും. മറ്റുള്ളവരെ സഹായിക്കാനുള്ളൊരു മനസ്സുണ്ടാവും. 10 രൂപ അവരുടെ കയ്യിലുള്ള എങ്കിൽ 5 രൂപ കൊടുക്കാനുള്ള മനസ്സുണ്ടാവും. രാജാവ് പ്രജകളെ സംരക്ഷിക്കുന്ന ആൾക്കാരാണ്. അതുപോലെ ഓടി നടന്ന് സഹായിക്കുകയൊക്കെ ചെയ്യും. നല്ല വ്യക്തിയുമാണ്. പക്ഷെ നിങ്ങളുടെ അടുത്ത് മാത്രം ഈ പരാക്രമങ്ങളെല്ലാം കാണിക്കും. ഡെവിളിൻ്റെ പോലെ പെരുമാറും. കുറച്ച് മദ്യപിക്കുന്ന സ്വഭാവം ഉണ്ടാവും ഡെവിൾ വന്നതുകൊണ്ട്.
ഇനി നിങ്ങൾ ക്ഷമയോടുകൂടി ഇതൊക്കെ സഹിക്കുന്നു. ചിലപ്പോൾ നിങ്ങൾക്ക് വെറുപ്പ് തോന്നിയാലും നിങ്ങളുടെ ആത്മാക്കൾ തമ്മിൽ ബന്ധിതരായതുകൊണ്ട് നിങ്ങൾക്ക് ഇവരിൽ നിന്ന് മാറിപ്പോവാനും അവർക്ക് നിങ്ങളിൽ നിന്ന് മാറിപ്പോവാനും കഴിയില്ല. ബന്ധം ഏതുമാവാം, കുടുംബമുള്ളവരോ അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ പോകുന്നവരോ ദമ്പതികളോ ഒക്കെ ആവാം. എന്നാലും നിങ്ങൾക്ക് രണ്ടുപേർക്കും മുറിച്ചെറിയാൻ കഴിയാത്തൊരു ബന്ധമായിരിക്കും. ഇനി പറയുന്നു 5 ആണ്ട് ഇടയ്ക്കിടയ്ക്ക് തല്ലുകൂടുന്ന ആൾക്കാരാണ്. ഇനി അവരുടെ മനസ്സിലൊരു രാജ്ഞിയാണ് നിങ്ങൾ. നിങ്ങളുടെ മനസ്സിലെ രാജാവുമാണ്. നിധി പോലെയാണ് നിങ്ങൾ കൊണ്ടു നടക്കുന്നത്. ക്ഷമയോടുകൂടിയാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്. വളരെ സെൻസിറ്റീവാണ് നിങ്ങൾ എന്ന് പറയുന്നുണ്ട്. അവരുടെ വാക്കുകളൊക്കെ നിങ്ങളെ പലപ്പോഴും മുറിപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ഏസ് ഓഫ് വാണ്ടാണ്. ഇടയ്ക്കിടയ്ക്ക് തന്നെ വന്ന് സ്നേഹിക്കും. ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ സ്നേഹിക്കുന്ന പോലെ തോന്നിപ്പിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ പിന്നെയും പുറകെ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ചിലപ്പോൾ ഡെവിളിൻ്റെ പോലെ പെരുമാറും. ഞാൻ പറഞ്ഞില്ലേ, ചഞ്ചല ചിത്തരാണ്, പ്രണയത്തിൽ ചാഞ്ചല്യമുള്ളവരാണ് എന്ന് പറഞ്ഞതോടുകൂടി അത് തെളിഞ്ഞില്ലേ? അതാണ് ഇവിടെ മാലാഖ പറഞ്ഞത്. ഫിക്കിൾ ഇൻ ലവ്, ചഞ്ചലമായ പ്രണയമുള്ളവൻ അല്ലെങ്കിൽ പ്രണയത്തിൽ ചാഞ്ചല്യം കാണിക്കുന്നവൻ. ഇന്ന് പറഞ്ഞല്ല നാളെ പറയും, ഇന്ന് പറയുന്നത് ഇനിയാണ് വേണമെന്ന്, നാളെ പറയും വേണ്ടാന്ന്. അതാണോ പ്രണയത്തിൽ നമ്മൾ ആഗ്രഹിക്കുക? ജീവിതകാലം മുഴുവൻ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്ന് പറയുന്ന ഒരാളെ നമ്മൾ ഇഷ്ടപ്പെടുക. എന്നാൽ പാഷനേറ്റാണ്, വികാരഭരിതനുമാണ്. ഇതെല്ലാം കൂടി ഒരു മാച്ചില്ലായ്മയുണ്ട് അല്ലേ? കിങ് വാണ്ടിൻ്റെ മെസ്സേജുകളാണ് ഞാൻ പറയുന്നത്. ഇതുപോലൊരു ആളായിരിക്കാം. അപ്പോൾ കിങ് ആണ്, അത് മാത്രം മനസ്സിലാക്കുക. പ്രജകളെ എപ്പോഴും ഭരിക്കുന്നൊരു സ്വഭാവം ഉണ്ടാവും, സ്നേഹിക്കുന്ന സ്വഭാവം ഉണ്ടാവും, നിയന്ത്രിക്കുന്ന സ്വഭാവം ഉണ്ടാവും, എല്ലാം ഉണ്ടാവും ഈ രാജാവിന്. നിങ്ങളുടെ പ്രണയത്തിലും ഇതുപോലെയാണ് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളാണെങ്കിൽ ഭയങ്കര സെൻസിറ്റീവാണ്. ചില സമയത്ത് വഴക്കിടുന്നുണ്ട്, ചില സമയത്ത് മിസ്യൂസ് ചെയ്യുന്നു എന്ന് തോന്നുന്നുണ്ട്. ചില സമയത്ത് നിങ്ങൾക്ക് തോന്നുന്നു ഞാനൊരു അടിമയായിപ്പോയോ, ഞാൻ ഈ ബന്ധത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്, എന്നെ ബ്ലാക്ക് മാജിക് ചെയ്തിട്ടുണ്ടോ, ഇതൊക്കെ ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഈ ബന്ധത്തിൽ നിന്ന് മാറിപ്പോവാൻ പറ്റാത്തത്, ഞാൻ ട്രാപ്പിലായിരിക്കുകയാണോ, എന്നെ കെണിയിൽ വീഴ്ത്തിയിരിക്കുകയാണ്, ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. എന്നാൽ ഇതൊന്നും ചിന്തിക്കേണ്ട. നിങ്ങളെ കെണിയിൽ വീഴ്ത്തിയിരിക്കുന്നത് അയാളല്ല, പ്രപഞ്ചമാണ്. നിങ്ങളുടേത് സോൾ ബന്ധമാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ബന്ധത്തിൽ നിന്ന് ഊരിപ്പോരാൻ പറ്റാത്തത്. അവരെന്ത് കാണിച്ചാലും നിങ്ങൾ പിന്നെയും കാല് പിടിക്കാൻ പോകും. അതാണ്, അവർ രാജാവാണല്ലോ, ഒരിക്കലും നിങ്ങളുടെ അടുത്തേക്ക് വരില്ല. അതാണ് ഇവിടെ പറയുന്നത്. നിങ്ങളോട് നല്ല ഇഷ്ടമാണ്, നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ പരുക്കൻ പെരുമാറ്റങ്ങളും അഹങ്കാരിയുമാണ്, ചഞ്ചലമായ പ്രണയമുള്ളവനാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കർക്കിടകം രാശി പോലെ പലപ്പോഴും ചിന്തിക്കുന്നുണ്ട്. കർക്കിടകം രാശി എന്ന് പറഞ്ഞാൽ ഞണ്ടാണ്. ഞണ്ടെന്ന് പറഞ്ഞാൽ പുറകോട്ടാണ് സഞ്ചരിക്കുന്ന ഒരു പുറന്തോടിനുള്ളിൽ ഒളിച്ചിരിക്കുകയാണ് നിങ്ങൾ. പേടിയാണ് നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്തു വരാൻ. എപ്പോഴും കലങ്ങിക്കൊണ്ടിരിക്കുന്ന മനസ്സാണ്. സമുദ്രമാണ് ഇവിടെ വന്നിരിക്കുന്നത്, വാട്ടർ എലമെൻറ്റ് നിങ്ങൾക്ക് വേണ്ടി. അവർക്ക് വേണ്ടിയാണെങ്കിൽ ഫയർ എലമെൻറ്റാണ് വന്നിരിക്കുന്നത്. നിങ്ങളൊരു കാര്യം മാത്രം മനസ്സിലാക്കുക. നിങ്ങൾ കർക്കിടകം രാശിക്കാരാണ് വിചാരിക്കുന്നത് ഞങ്ങൾ ദുർബലരാണ്, ഞാനാണ് ട്രാപ്പിലായിരിക്കുന്നത്, എനിക്കിതിൽ നിന്ന് പുറത്ത് കടക്കാൻ പറ്റില്ല, ഇങ്ങനെ നിങ്ങൾ ആവലാതികൾ ഒരുപാട് പറയുന്നുണ്ടെങ്കിൽ ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ വെള്ളമാണ്. തീയിനെ കെടുത്താൻ വെള്ളത്തിനേ കഴിയൂ. വെള്ളത്തിൽ തീയിന് ഒരിക്കലും വിജയമില്ല, അവിടെ കരിക്കട്ടയും മാറും. അത് മാത്രം മനസ്സിലാക്കുക. അതിലെല്ലാം ഉണ്ട്, നിങ്ങൾക്ക് വേണ്ട എല്ലാ മെസ്സേജും അതിലുണ്ട്. നിങ്ങൾ വെള്ളവും അവർ തീയുമാണ്, മനസ്സിലാക്കുക. നിങ്ങളൊന്ന് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ അവരുടെ ഈ അഹങ്കാരം കുറയ്ക്കാൻ കഴിയും എന്ന് മാത്രമാണ് ഇതിൽ പറയാനുള്ളത്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ ഈ തീയെ തനിയെ കെട്ടടങ്ങും. വെള്ളത്തിൻ്റെ മേൽ തീയിന് ഉയർച്ചയില്ല, അത് അടിയറവ് പറഞ്ഞേ പറ്റൂ. അപ്പോൾ അയാൾ തീയാണെങ്കിൽ നിങ്ങൾ വെള്ളമാണ്, മനസ്സിലാക്കുക. അയാൾ നിങ്ങളെക്കാൾ മുകളിലല്ല നിൽക്കുന്നത്. നിങ്ങളൊന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അയാളുടെ അഹങ്കാരം തീർക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളൊന്ന് മാറി നിൽക്ക്, മിണ്ടാതെ നിൽക്ക്, മൈൻഡ് ചെയ്യാതിരിക്കുക, മെസ്സേജിന് റിപ്ലൈ കൊടുക്കാതിരിക്കുക, വിളിക്കുമ്പോൾ കോൾ എടുക്കാതിരിക്കുക, കണ്ട മൈൻഡ് ചെയ്യാതിരിക്കുക. ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു നോക്കൂ, നിങ്ങളുടെ പുറകേ വരും അയാൾ. കാരണം നിങ്ങളെ ബന്ധിച്ചിരിക്കുന്നത് സോളുകൾ തമ്മിലാണ്. അത് നിങ്ങളോ അയാളോ അല്ല, പ്രപഞ്ചമാണ്. ഒരിക്കലും വേർപിരിയാൻ കഴിയില്ല. നിങ്ങൾക്ക് പിറകെ അവരോ അവർക്ക് പിറകെ നിങ്ങളോ പോയേ പറ്റുള്ളൂ. നമ്മുടെ ഒരു അവയവം മറ്റൊരാളുടെ കയ്യിലാണെങ്കിൽ നിങ്ങളുടെ കയ്യെ പിടിച്ചാണ് അയാൾ നടക്കുന്നതെങ്കിൽ ആ കയ്യെ വിടുവിക്കാതെ നിങ്ങൾക്ക് അയാളുടെ പുറകിൽ നിന്ന് മാറാൻ പറ്റില്ല. അതാണല്ലോ, ബന്ധിച്ചിരിക്കുകയാണ് രണ്ട് കൈയും കൂടി. അപ്പോൾ ഒരാൾ പോകുന്ന വഴിക്ക് മറ്റേയാൾ പോയേ പറ്റൂ. അതുപോലെ നിങ്ങൾ ഒരാൾ പോകുന്ന വഴിക്ക് മറ്റേയാൾ പോവും. ഇപ്പം നിങ്ങൾ അവരുടെ പുറകെയാണ്, നിങ്ങളുടെ പുറകെ വരുത്തുക എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള കാർഡ് കർക്കിടകം രാശിയാണ്. പക്ഷേ അതിൽ നോ എന്നാണ് നിൽക്കുന്നത്. നിങ്ങളെ നെഗറ്റീവ് പഠിപ്പിക്കുന്ന ചിന്ത മാത്രമാണത്. നിങ്ങളാണ് കൂടുതൽ പവർഫുൾ, അത് മനസ്സിലാക്കുക. നിങ്ങളാണ് അവരുടെ എനർജി, ഹൈ എനർജിയാണ് അവർക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങളൊന്ന് മാറിക്കഴിഞ്ഞാൽ കരിക്കട്ടയായി മാറാവുന്നതേ ഉള്ളൂ. അവരുടെ ഈ തീയും പുകയേക്കാം.
അപ്പോൾ നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. നിങ്ങളുടെ പുറകെ അവരെ വരുത്തുക. അതാണ് ഇന്നിവിടെ പറയുന്നത്. നിങ്ങളുടെ സ്നേഹം അത്രയും ശക്തമാണ്. പിന്നെ സോളുകളുടെ ബന്ധം ഞാൻ പറഞ്ഞു. ഒരാൾക്ക് ഒരാളുടെ പുറകെ പോയേ പറ്റൂ. ഇതിനെയൊക്കെയാണ് നമ്മൾ സ്പിരിച്വൽ ജേണിയാണ് എന്ന് പറയുക. അത് തന്നെയാണ് ഇവിടെ കാണുന്നത്. എല്ലാവരും അങ്ങനെ ആയിരിക്കണം എന്നില്ല. കർമ്മ വന്നിട്ടുണ്ട്, സോൾമേറ്റ് വന്നിട്ടുണ്ട്, ടിൻ ഫ്ലെയിം വന്നിട്ടുണ്ട്, 3 ഭാവങ്ങൾ വന്നിട്ടുണ്ട്. ആസക്തികളുടെ ബന്ധമാണ് കർമ്മ. ടിൻ ഫ്ലെയിം എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരാളുടെ പുറകെ പോയേ പറ്റൂ എന്നാണ്. സോൾമേറ്റ് എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരാൾക്ക് വേണ്ടി വിരഹം അനുഭവിക്കുന്നതാണ്. അപ്പോൾ ഇതിലേതാണോ അതുപോലെ എടുക്കുക. എന്തായാലും നിങ്ങൾ തമ്മിലുള്ള ഈ ബന്ധം യൂണിവേഴ്സ് തീരുമാനിച്ചതാണ്. അത് മാത്രം മനസ്സിലാക്കുക. ഇനി നമുക്ക് നെഗറ്റീവ് പറഞ്ഞേ പറ്റൂ. നെഗറ്റീവ് പറയുകയാണെങ്കിൽ രാജാവ് ഒരു പങ്കാളിയുള്ള ആളാണ്, വിവാഹിതനാണ്, 5 ആണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും നിങ്ങളുമായിട്ട് ഏറ്റുമുട്ടുന്നുണ്ട്. എന്നിട്ടും എപ്പോഴും നിങ്ങൾ അവരുടെ പുറകെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ അവരെ ഒരു നിധി പോലെയാണ് ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നത്. പക്ഷേ അവരെപ്പോഴും ഈഗോ ആണ് കാണിച്ചിരുന്നത് നിങ്ങളോട്. നിങ്ങളെ മിസ്യൂസ് ചെയ്തിട്ടുണ്ട്. ശാരീരികമായ ബന്ധമുണ്ട്. നിങ്ങൾ സെൻസിറ്റീവാണ്. ഇനി ഏസ് ഓഫ് വാണ്ട വന്നിരിക്കുന്നത് പുതിയ പ്രണയത്തിലേക്കാണ് പോയിരിക്കുന്നത്. ഡെവിളാണ്. 3 ബന്ധങ്ങളെങ്കിലും ഉണ്ട് എന്നാണ് പറയുന്നത്. മദ്യപിക്കുന്ന സ്വഭാവമുണ്ട്, കൺട്രോൾ ഇഷ്യൂ ഉണ്ട്, അവരുടെ കുടുംബത്തിനും കൺട്രോൾ ഇഷ്യൂ ഉണ്ട് എന്ന് പറയുന്നത്. പങ്കാളിയാവാം, അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ ആയിരിക്കാം എന്ന് പറയുന്നുണ്ട്. എന്നാൽ സജിറ്റേറിയസ് വന്നിട്ടുണ്ട്. നിങ്ങൾ എസ് ആണ് വിചാരിച്ചിരുന്നത്, എന്നാൽ നോയിലേക്ക് വന്നു. അതാണ് പറയുന്നത്. അപ്പോൾ ഇതുപോലെയാണോ നിങ്ങളുടെ ബന്ധം എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഇതിൽ പോസിറ്റീവോ നെഗറ്റീവോ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ പങ്കാളിയെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ നിങ്ങൾക്കുണ്ടാവുക. അതിന് അറിയുന്നൊരു ടാരോ റീഡറെ മാത്രം സമീപിക്കുക. ഇവിടെ മലയാളത്തിൽ പറയുന്ന എല്ലാവരും അറിയാത്തവരാണ് എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. നിങ്ങൾക്ക് ഒരാളിൽ നിന്ന് റീഡിംഗ് എടുത്താൽ മനസ്സിലാവും ഇവർ പറയുന്ന കാര്യം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണെന്ന്. അത് നോക്കി നിങ്ങൾ മനസ്സിലാക്കുക. അല്ലാതെ എനിക്കിവിടെ ഇരുന്ന് മറ്റുള്ളവരെ എങ്ങനെയാണ് റീഡിങ് എടുക്കുന്നത്, വോയിസൊക്കെയാണ് അയക്കുന്നത് എന്ന് പലരും എന്നോട് പറയുന്നത് കൊണ്ടും ചില വോയിസുകളൊക്കെ എനിക്ക് അയച്ചു തന്നതുകൊണ്ടാണ് ഞാനത് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് മറ്റുള്ളവരിലൂടെയാണ് മറ്റുള്ളവരുടെ കാര്യം ഞാൻ അറിയുന്നത്. അതുകൊണ്ട് ഇങ്ങനെ അല്ലല്ലോ ചെയ്യുക എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. അത് ഞാനിവിടെ ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. അത് വിചാരിച്ചിട്ട് മറ്റൊരാളെ കുറ്റം പറയുക എന്നുള്ളതല്ല. ഒരാളുടെ കയ്യിൽ കുറ്റം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ പറയുന്നത്. അതെങ്ങനെയാണ് കുറ്റാവുന്നത്? ഞാനൊരു തെറ്റ് ചെയ്താൽ അത് ചൂണ്ടിക്കാണിക്കുന്നത് നമുക്കതൊരു തിരുത്താനുള്ള അവസരം കൂടിയാണ്. അത് മനസ്സിലാക്കുക. ഇങ്ങനെയല്ല മറ്റൊരാളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ട് ചെയ്തു കൊടുക്കേണ്ടത് എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഒരാളുടെ പേര് ഞാൻ ഇവിടെ പരാമർശിക്കുന്നില്ല, ഒരു ചാനലിൻ്റെ പേര് ഞാൻ ഇവിടെ പറയുന്നില്ല. പലരും എൻ്റെ അടുത്ത് വന്ന് പറയുന്നത് ഞാനിവിടെ പറയുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ അറിയുന്നവരെ മാത്രം സമീപിക്കുക. നിങ്ങളുടെ പങ്കാളി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുക. ഇനി പറയാനുള്ളത്, നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും പറഞ്ഞു തരിക മാത്രമല്ല പരിഹാരം കൂടി പറഞ്ഞു തരും. അതിന് കുറച്ച് കൂടുതൽ പേയ്മെൻ്റ് ഉണ്ട്. അത് ഞാൻ 2 മെസ്സേജുകൾക്ക് ശേഷം പറയാം. നെഗറ്റീവ് കമൻറ്റുമായിട്ട് എൻ്റെ ചാനലിൽ വരാതിരിക്കുക. എൻ്റെ ചാനൽ അംഗങ്ങളാവാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു മാറ്റം ഉണ്ടാവും. മെസ്സേജ് വരുമെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് മെസ്സേജ് വരും. അർജുനനും സുഭദ്രയാണ് വന്നിരിക്കുന്നത്. ഞാനിങ്ങനെയൊക്കെ പറയുന്നത് നെഗറ്റീവായ ആൾക്കാരെ മാത്രമാണ് കേട്ടോ. ഇവിടെ ശിവനും പാർവതിയും വന്നു. എന്നെ ഇഷ്ടപ്പെടുന്ന ധാരാളം പേരുണ്ട്. അവരുടെ കമൻറ്റ് കണ്ടാൽ തന്നെ അറിയാം. അവർക്കൊക്കെ ഒരുപാട് പ്രാർത്ഥനയും നന്ദിയൊക്കെ ഉണ്ട് എൻ്റെ ഭാഗത്തുനിന്ന്. അല്ലാതെ ഈ നെഗറ്റീവായിട്ട് അസഭ്യവർഷം പറയുന്നവരെയാണ് ഞാനിവിടെ പറഞ്ഞത്. അത്തരം ആളുകൾ എത്ര കേട്ടാലും മനസ്സിലാക്കുകയൊന്നുമില്ല. അവർ എന്താ പറയുക, അവർ കുറച്ച് മാഡായിട്ടുള്ള ആൾക്കാരായിരിക്കാം. അതുകൊണ്ടാണ് എല്ലാ ചാനലിലും വന്ന് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഉള്ളിലത്തെ പോവാനായിരിക്കുക നെഗറ്റീവായ കാര്യങ്ങൾ. എന്തായാലും എൻ്റെ ചാനലിൽ അത് വേണ്ട. അതിന് നിങ്ങൾക്കൊരു തിരിച്ചടി കിട്ടും. അതാണ് പറയാനുള്ളത്. ഇനി നമുക്ക് ഹെൽത്ത് കരിയർ നോക്കാം. ഇവിടെ ഗർഭാശയ അണ്ഡാശയ സ്ഥാന ഫൈബ്രോയിഡുകൾ വന്നിട്ടുണ്ട്. തണ്ടലിൽ നട്ടലിലെ വേദന, വാദസംബന്ധമായ സന്ധിവാദം പറയുന്നുണ്ട്, പക്ഷാഘാതം പറയുന്നുണ്ട്, തലച്ചോറിലെ നീർക്കെട്ട് രക്തസ്രാവം പറയുന്നുണ്ട്, ദന്തരോഗങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ പണ്ടൊരു ലേഡി എൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ റീഡിങ് എടുക്കാൻ വന്നു. അവരെന്നെ പരീക്ഷിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു കൊടുത്തു എന്നുള്ള അതൊന്നും നിങ്ങളെ അറിയിക്കണമെന്ന് വിചാരിച്ച് പറയുന്നതാണ്. അവർ പരീക്ഷിക്കാൻ വേണ്ടി വന്നു. ഒരു രോഗത്തിനെ കുറിച്ചാണ് പറയുന്നത്. അവരെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു. അവർക്ക് എന്തോ ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെന്നാണ് പറയുന്നത്. എന്താണ് അസുഖം എന്നൊന്ന് നോക്കിയിട്ട് പറയൂ എന്ന് ചോദിച്ചു. അസുഖത്തിനെ കുറിച്ച് മാത്രമുള്ള റീഡിംഗ് ആയിരുന്നു. അപ്പോൾ അവരിവരുടെ ശത്രുവാണെന്നോ അവർക്ക് എന്താ രോഗം എന്ന് ഇവർക്ക് അറിയാമെന്നോ ഇതൊന്നും എനിക്കറിയില്ല. ഇവർ പണം വന്നടച്ചു. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് കണ്ടത് വലിയ സൂക്കടാണ്. അവർക്ക് CA ആണ് അസുഖം. അതാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവർക്ക് ഒരു പക്ഷേ യൂട്രസിലോ അല്ലെങ്കിൽ ബ്രസ്റ്റിലോ അസുഖമാണ്.
അതുമായിട്ട് മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവാം എന്ന് വരെ ഞാൻ പറഞ്ഞു കൊടുത്തു കേട്ടോ. അപ്പോഴാണ് ഇവർ പറയുന്നത് ഇവരെ ഭയങ്കരമായി ദ്രോഹിച്ചൊരു ലേഡിയാണ്, അവർക്ക് അസുഖം ഇതാണ്, ഒരു ബ്രസ്റ്റ് കളഞ്ഞിട്ടിരിക്കുകയാണ്, ഏതൊരു വലിയ ഹോസ്പിറ്റലിൻ്റെ പേര് പറഞ്ഞു, അവിടെയാണ് അവരെ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതുപോലെ പരീക്ഷിക്കാൻ വരുന്നവരും ഉണ്ട്. ഇതൊന്നും എൻ്റെ കഴിവല്ല, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഭഗവാന്റെ മുന്നിൽ നിന്നാണ് കാർഡുകൾ എടുക്കുന്നത്. ഭഗവാനാണ് എനിക്കിതൊക്കെ തോന്നിപ്പിക്കുന്നതും പറഞ്ഞു തരുന്നതും. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അങ്ങനെ പരീക്ഷിക്കാനൊന്നും വരാതിരിക്കുക. നമ്മളിവിടെ കാണുന്നത് പറഞ്ഞു കൊടുക്കും. പരീക്ഷിക്കാനും വന്നിട്ടുണ്ട് ചില ആളുകൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ജോലി നോക്കിയാലോ. ജോലി പറയുന്നത് IT മേഖലയാണ്. രാജാക്കന്മാർ വന്നതുകൊണ്ട് തന്നെ സർക്കാർ ജോലികൾ ആയിരിക്കാം, അധ്യാപകരായിരിക്കാം എന്ന് പറയുന്നുണ്ട്, ബിസിനസ്സുകളായിരിക്കാം എന്ന് പറയുന്നുണ്ട്, നൈറ്റ് ഷിഫ്റ്റിലെ ജോലികൾ പറയുന്നുണ്ട്, പട്ടാളത്തിലായിരിക്കാം എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെയാണ് ജോലി. ഇനി പൊതുവായ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങളെ ഫോളോ ചെയ്യുന്ന ഒരു പ്രണയിതാവ് ഉണ്ട് എന്ന് പറയുന്നത്, വൺ വേ ലവ് ഉണ്ട് എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് മാനസികമായി വിഷമം എന്തോ ഒരു കാര്യത്തിലുണ്ടാവും എന്ന് പറയുന്നുണ്ട്. കുറച്ച് പണം കയ്യിൽ വന്നു ചേരും എന്ന് പറയുന്നുണ്ട്. സർക്കാർ ജോലികളൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. ഇന്ത്യക്ക് വെളിയിൽ പോകാൻ സാധ്യതയുണ്ട്. സ്വപ്ന സാക്ഷാത്കാരം, ഭൂമി, വസ്തു, വാഹനം വാങ്ങാനുള്ള യോഗം. ഇതിൽ കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ 1000 രൂപ അടയ്ക്കുക. ഒരു വിഷയത്തിൻ്റെ 3 ചോദ്യം ചോദിക്കുക. ഇനി അതിൽ കൂടുതൽ ചോദ്യമാണെങ്കിൽ കൂടുതൽ പേയ്മെൻ്റ് ഉണ്ട്. ഇനി നിങ്ങൾക്ക് പരിഹാരം പറഞ്ഞു തരണമെങ്കിൽ ചെറിയൊരു തുക, അത് നിങ്ങളുടെ റീഡിംഗ് എടുത്ത ശേഷം അയച്ചാലും മതി. 500 രൂപ അടച്ചാൽ ഞാൻ പരിഹാരം പറഞ്ഞു തരും. ലവ് സ്പെല്ലായിരിക്കാം ചിലപ്പോൾ, അതല്ലെങ്കിൽ പൂജകളായിരിക്കാം, അതല്ലെങ്കിൽ മന്ത്രങ്ങളായിരിക്കാം, എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരും. നിങ്ങളുടെ ഇഷ്ടപ്രകാരമാണ് അത് പറഞ്ഞു തരിക. നിങ്ങൾക്ക് പൂജയാണ് വേണ്ടെങ്കിൽ അത്, മന്ത്രമാണ് വേണ്ടെങ്കിൽ അത്, ലവ് സ്പെല്ലാണ് വേണ്ടെങ്കിൽ അത്. ലവ് സ്പെല്ലെന്ന് പറഞ്ഞാൽ I love you എന്ന് വരുന്ന വാക്കുകൾ, അത് നമ്പറുകൾ മാത്രമല്ല, അതിൽ ചില മാന്ത്രിക വാക്കുകൾ സ്വിച്ച് വേർഡ് കൂടി ഉപയോഗിച്ചാണ് ഞാൻ കൊടുക്കാറ്. നിങ്ങൾ വരുന്നു, എൻ്റെ ഡീറ്റെയിൽ തരുന്നു, അത് വായിച്ച ശേഷം നിങ്ങൾ ക്യാഷ് അടയ്ക്കുന്നു, അതിനുശേഷം വാട്സപ്പിൽ സംസാരിക്കണമെങ്കിൽ കോൾ ചെയ്ത് സംസാരിക്കുക, നിങ്ങളുടെ കാര്യം പറയാം, അല്ലെങ്കിൽ വോയിസ് അയക്കാം. അമിതമാവരുത്, അത്യാവശ്യം കാര്യം മാത്രം പറഞ്ഞാൽ മതി. അല്ലാതെ ഡീറ്റെയിലായിട്ട് നിങ്ങളുടെ ചരിത്രം മുഴുവൻ പറഞ്ഞാൽ അത് മാത്രമാണ് ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരിക. എൻ്റെ മെമ്മറിയിൽ അതാവും കിടക്കുന്നുണ്ടാവുക. അപ്പോൾ അത് വേണ്ട. നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ മെസ്സേജുകളാണ് ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണമെങ്കിൽ സമീപിക്കുക. ഇനി നമുക്ക് ലവ് ഏഞ്ചൽ മെസ്സേജ് നോക്കാം. വല്ലാത്ത അട്രാക്ഷൻ, ഒരു മാഗ്നറ്റിക് അട്രാക്ഷൻ, അത് തന്നെയല്ലേ ഞാൻ പറഞ്ഞത്, സോളുകളുടെ ബന്ധമാണെന്ന്. ഫാമിലിയിൽ ഒരുപാട് ഇഷ്യൂ ഉണ്ട്. ഈ രാജാവിൻ്റെ യഥാർത്ഥ സ്വഭാവമാണ് ഇവിടെ മാലാഖ പറയുന്നത്. ഓപ്പൺ മൈൻഡ് അല്ല, ഹൃദയം തുറന്ന് സംസാരിക്കില്ല. ഇതൊക്കെ തന്നെയാണ് കിങ് വാണ്ട് പറയുന്നത്. അഹങ്കാരം മാത്രം ഭരിക്കുന്ന ഒരു രാജാവാണ്. അതുകൊണ്ടാണ് ആ കാർഡ് കിട്ടുമ്പോൾ നിങ്ങളുടെ വ്യക്തി പിടിവാശിക്കാരനായിരിക്കും, ഈഗോ ഉള്ള ആളായിരിക്കുക, തുറന്ന് സംസാരിക്കില്ല, നിങ്ങളെ സ്നേഹിക്കില്ല, അന്തർമുഖനായിരിക്കും എന്നൊക്കെ ഞാൻ പറയുന്നത് ഈ മെസ്സേജുകളുടെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ കാർഡ് പഠിച്ചു വരുന്നതാണല്ലോ. അപ്പോൾ ആ എനർജി വരുമ്പോൾ ആ മെസ്സേജാണല്ലോ ഞാൻ നിങ്ങൾക്ക് തരേണ്ടത്. അതാണ് തന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ചില കാർഡുകൾ അടുത്തടുത്ത് വരുമ്പോൾ നമ്മൾ വേറൊരു മെസ്സേജ്, വേറെ പല മെസ്സേജുകൾ മാറ്റി മാറ്റി പറയും. ഒരേ എനർജി ആയിരിക്കില്ല എല്ലായ്പ്പോഴും പറയുക. അതൊക്കെ അങ്ങനെയൊക്കെയാണ് റീഡിങ്ങിൻ്റെ രീതി. ഒരു കാർഡിൻ്റെ അടുത്ത് മറ്റൊരു കാർഡ് ഇരുന്നാൽ എങ്ങനെയാണ് പറയേണ്ടത് എന്നുണ്ട്, അതാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതൊക്കെ മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഏറ്റവും ഒടുക്കത്തെ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ടിൻ ഫ്ലെയിം ആണ് എന്ന് പറയുന്നത്. ഇവിടെ പാർവതി പരമേശ്വരന്മാരുടെ കല്യാണമാണല്ലോ വന്നിരിക്കുന്നത്. I hate you എന്നാണ് പറയുന്നത്. I am sorry എന്നും പറയുന്നുണ്ട്. ഇതൊക്കെയാണ് 3 ഭാവങ്ങൾ. അപ്പോൾ ഇവിടെ പാർവതി പരമേശ്വരന്മാർക്ക് ടിൻ ഫ്ലെയിം വന്നു. ഇനി I am sorry എന്ന് പറയുന്ന ആരുണ്ട്, മെസ്സേജ് വരുന്നുണ്ട്, യഥാർത്ഥ പ്രണയമുണ്ട്, I hate you എന്നും വന്നിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ പല ആളുകളുടെ മനോഭാവങ്ങളെയാണ് കാണിക്കുന്നത്. അപ്പോൾ എന്നോട് വെറുപ്പുള്ളവരാണ് എന്നെ തെറി പറയാൻ വേണ്ടി വരുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടി പറയാം. ഒരു ദിവസത്തെ മെസ്സേജ് വായിക്കുക എന്നുള്ളത് അന്നത്തെ മാത്രം എൻ്റെ പണിയാണ്. പിറ്റേന്ന് ഞാനത് വായിക്കാറില്ല. അതിലെന്തെങ്കിലും തെറി എഴുതിയാലും ഞാൻ കാണാറില്ല. അതാ സംഭവം. അതുകൊണ്ടാണ് 16-ാം തീയതി എഴുതിയ തെറി ഞാൻ ഇന്നലെ കണ്ടത്. ഒരുപാട് സംസാരിക്കേണ്ടി വന്നു ചില ആളുകളുടെ കാരണം കൊണ്ടാണ്. അപ്പോൾ പ്രാർത്ഥിക്കാനുള്ളത് നിങ്ങളുടെ പ്രണയം സഫലമാവട്ടെ, നിങ്ങളുടെ പങ്കാളി നിങ്ങളിലേക്ക് വരട്ടെ, സർവേശ്വരൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവട്ടെ. ഇവിടെ ദുർബലരായവർ വരുന്നുണ്ട്, പ്രണയിക്കുന്നവർ വരുന്നുണ്ട്, പാവങ്ങൾ വരുന്നുണ്ട്, കുറച്ച് നെഗറ്റീവായ ആളുകൾ വരുന്നുണ്ട്. എല്ലാവരെയും തരംതിരിച്ച് മനസ്സിലാക്കുന്നത് ഭഗവാൻ മാത്രമാണ്. അവരവർക്ക് വേണ്ടത് കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ചെറിയ റീഡിംഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്.